നോമ്പുകാല ധ്യാനം 19-ാം ദിവസം. വിശുദ്ധിയുടെ വീണ്ടെടുപ്പ് കാലമായ നോമ്പുകാലത്ത് ഗുരു നൽകിയ പാഠത്തിന് നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം പ്രകാരം വായിക്കുന്നു: അനന്തരം യേശു ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. ക്രിസ്തീയ ജീവിതത്തിൽ ഒരു യാത്രികനാണ് നാം ഓരോരുത്തരും. പാദങ്ങൾ കഴുകി തുടച്ച് ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ ചുവടുകൾ പ്രധാനപ്പെട്ടതാണ് എന്ന്. പാദങ്ങൾ കഴുകുമ്പോൾ അവൻ നിന്നെ ആദരിക്കുകയാണ്. നീ ഒന്നുമല്ലാതിരുന്നിട്ട് കൂടി ഗുരു നിന്നെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ പാദങ്ങൾ അവൻ്റെ സ്നേഹത്തിൻ്റെ ഗന്ധമുണ്ടെന്ന്. അതെ, ഗുരു നമ്മുടെ പാദങ്ങൾ കഴുകുവാൻ തയ്യാറാണ്. നാമോ ഒരിക്കൽ കൂടി ഗുരുവിനാൽ പാദം കഴുകപ്പെടാൻ ഇങ്ങനെ ഇരുന്നു കൊടുക്കാൻ നിനക്കാവരുത്. അതിനു മുൻപേ നിന്റെ ഊഴം ആരംഭിക്കണം. ആദരിക്കപ്പെട്ടാൽ നീയും ആദരിക്കുക എന്നതാണ് നിയോഗം. സ്നേഹിക്കപ്പെട്ടാൽ നീയും സ്നേഹിക്കുക എന്നതാണ് നിയോഗം. സ്വീകരിച്ചുവോ, അപ്പോൾ കൊടുത്തു തുടങ്ങണം. സ്വീകരിക്കുന്നതിന് മുൻപേ കൊടുത്തു തുടങ്ങുക എന്നുള്ളതാണ് ശ്രേഷ്ഠകരമായ കാര്യം. ക്രിസ്തുവിൻ്റെ സുവിശേഷം നിനക്ക് മുൻപിൽ വയ്ക്കുന്ന വെല്ലുവിളി സ്വീകരിക്കുക അത്ര എളുപ്പമല്ല. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ ഉറ്റവരെ മറന്നും ഉടയവനെ പിഞ്ചെല്ലണം. ദൈവഹിതം നിറവേറ്റാൻ ആഗ്രഹത്തിനൊത്ത ആവേശം മാത്രം പോരാ, അനുതാപത്തിനൊത്ത ആത്മസമർപ്പണം കൂടി ആവശ്യമാണ്. ലോകത്തിൻ്റെ നശ്വരതകളെ സ്നേഹിക്കുന്നവന് ദൈവഹിതം തിരിച്ചറിയുക ക്ലേശകരമാണ്. ക്രിസ്തു തൻ്റെ പരസ്യജീവിതം ലോകത്തോട് ചേർന്ന് ജീവിച്ചത് കേവലം 3 വർഷം മാത്രമാണ്. 300 മൈലിൽ താഴെ മാത്രമേ അവൻ യാത്ര ചെയ്തിട്ടുള്ളൂ. വളരെ കുറച്ചുപേരെ മാത്രമേ അവൻ കണ്ടുമുട്ടിയിട്ടുള്ളൂ. എങ്കിലും ദൈവഹിതം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റി. ജീവിതത്തിൻ്റെ ദൈർഘ്യമോ പ്രവൃത്തികളുടെ വലിപ്പമോ ബന്ധങ്ങളുടെ കടമോ ഒന്നും ദൈവഹിതത്തിൻ്റെ മാനദണ്ഡങ്ങളല്ല. ശിഷ്യത്വത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത് വിളിച്ചവനോടുള്ള വിശ്വസ്തതയിൽ നീ നിലനിന്നോ ഇല്ലയോ എന്നതിലാണ്. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണുപോവുകയില്ല. പത്രോസ് ശ്ലീഹയുടെ 2-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം.